അപ്പോൾ നമ്മൾ വയലുകൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ചെറിയ കുളങ്ങൾ കാണാറുണ്ട്. കണ്ടിട്ടുണ്ടോ? വയലൊക്കെ നടക്കാറുണ്ടോ? നടക്കുന്ന ആളുകൾ ചിലപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടാകാം. ഓക്കെ, അപ്പോൾ ആ കുളത്തിനുള്ളിലൊരു പ്രത്യേകത ഉണ്ട്. അതൊരു ലോകമാണ്, ഒരു എക്കോസിസ്റ്റമാണ്. ആ സൂക്ഷ്മജീവികൾ അവിടെ നിന്ന് ഇങ്ങനെ കുറേ കഥ പറഞ്ഞും കളിച്ചും ഒളിച്ചു കളിച്ചൊക്കെ അങ്ങനെ ജീവിച്ചു പോവുകയാണ്. പക്ഷെ അതിനിടയിൽ ചില ജീവികൾ മാത്രം അതിലിങ്ങനെ ഊളിയിട്ട് ആ വെള്ളത്തിൻ്റെ മുകളിലേക്ക് വരും. എല്ലാവരും അതിന് തയ്യാറാവില്ല, കാരണം അത് റിസ്കി പ്രോസസ്സാണ്. അപ്പോൾ അവർ രണ്ടുപേരും ടീമായി. എന്നിട്ട് പറഞ്ഞു, ഞാനൊന്ന് പോയി നോക്കിയിട്ട് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ നീ ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കണം. ഞാൻ അഥവാ തിരിച്ച് വന്നിട്ടില്ലെങ്കിൽ നീ ഉറപ്പിച്ചോളൂ അവിടെ പോക്കാണ്, പിന്നെ നീ വരണ്ട. അങ്ങനെ എന്ത് ചെയ്തു? അവർ രണ്ടുപേരും കരാറൊക്കെ ഉറപ്പിച്ചു. പോവുക, കാണുക, ഉടനെ തിരിച്ചു വരിക, ഇതാണ് പ്ലാന്. അങ്ങനെ ഇയാൾ എന്ത് ചെയ്തു? ആ ഊളിയിട്ട് വെള്ളത്തിൻ്റെ മുകളിലേക്ക് വന്നു. മുകൾ പരപ്പിലേക്ക് വന്നപ്പം വളരെ ബ്യൂട്ടിഫുൾ ആയുള്ള കാഴ്ച. താഴെ ഇരുട്ടാണ്, പ്രത്യേകിച്ച് വല്ലാത്തൊരു വൈബൊന്നുമില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ ആകാശം കാണുകയാണ്, നല്ല ബ്രീസ് ഉണ്ട്, നല്ല കാറ്റുണ്ട്, പൂക്കളും ചെടികളും ഇങ്ങനെ മനോഹരമായ കാഴ്ചകൾ കാണാൻ. എങ്ങനെയെങ്കിലും തിരിച്ചു പോകണം, എന്നിട്ട് കൂട്ടുകാരനോട് പറയണം ഇത്ര മനോഹരമായൊരു ലോകമാണ് ഇത് എന്ന്. പോകാൻ വേണ്ടി തയ്യാറായപ്പോഴാണ് മനസ്സിലാവുന്നത്, എൻ്റെ ശരീരത്തിന് എന്തോ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ ശരീരത്തിന് ചുറ്റിലും എന്തോ ഒരു ആവരണം വന്നിട്ടുണ്ട്. അപ്പോൾ ആ ആവരണത്തെ പൊട്ടിച്ചിട്ട് താഴേക്ക് പോകാൻ കഴിയുന്നില്ല. ആ ആവരണത്തിനുള്ളിൽ തന്നെ നിന്നു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ആവരണം അല്പം പൊട്ടാൻ തുടങ്ങി. ആ ആവരണം പൊട്ടിയപ്പോഴാണ് മനസ്സിലായത്, എൻ്റെ പഴയ ലൈഫല്ല ഇപ്പോൾ ഉള്ളത്, എൻ്റെ ജീവിതത്തിൽ ചില ചിറകുകൾ കൂടി മുളച്ചിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ ആവരണം പൊട്ടി മുളച്ച ചിറകുമായി പതുക്കെ ഇങ്ങനെ ചിറകടിച്ചപ്പം ഇത് താഴെ മേലേക്ക് പറക്കാൻ വേണ്ടി തുടങ്ങി. ഈ പറക്കുന്ന ജീവിയുടെ പേരാണ് ഡ്രാഗൺ ഫ്ലൈ. ഓരോ ഡ്രാഗൺ ഫ്ലൈയും ഉണ്ടാകുന്നത് ഇതുപോലെയാണ്. ആ വെള്ളത്തിന് താഴെയുള്ള ആ ലോകത്തെ വേണ്ടെന്ന് വെച്ച് അതിനെ ബ്രേക്ക് ചെയ്ത് പുതിയൊരു ലോകത്തേക്ക് പോകാനുള്ള ആർജവം കാണിച്ച ഓരോ സൂക്ഷ്മജീവികളുമാണ് ഇപ്പോൾ ആകാശത്തിലൂടെ ഡ്രാഗൺ ഫ്ലൈകളായി മനോഹരമായ കാഴ്ചകൾ കണ്ട് പറക്കുന്നത്.